നമസ്കാരം. ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ കിയ തങ്ങളുടെ EV6 ഫേസ് ലിഫ്റ്റ് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. പ്രീ ഫേസ് ലിഫ്റ്റ് EV6 പോലെ റിയർ വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ് എന്നിങ്ങനെ GT ലൈൻ വകഭേദങ്ങളും ലഭ്യമാക്കും. പരിഷ്കരിച്ച രൂപഭാവങ്ങളും പുതിയ സവിശേഷതകളും കൂടാതെ ഇലക്ട്രിക് വാഹനത്തിൽ അപ്ഡേറ്റ് ചെയ്ത മെക്കാനിക്കലുകളും ഈ ഫേസ് ലിഫ്റ്റിൽ ലഭ്യമാണ്. പരിഷ്കരിച്ച മോഡലിന്റെ ബുക്കിംഗുകൾ കിയ ഇന്ത്യ ഇന്നു മുതൽ തുടങ്ങിയിട്ടുമുണ്ട്. ഈ GMP പ്ലാറ്റ്ഫോമിന്റെ പിന്തുണയോടെ 2025 ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച EV6ന് 84 kWh ബാറ്ററി പാക്ക് ലഭിക്കുന്നുണ്ട്. മുൻ മോഡലിന് 77.4 kWh ബാറ്ററിയാണ് വന്നിരുന്നത്. ഈ നാലാം തലമുറ സെല്ല് 2 മോട്ടോറുകൾക്ക് കരുത്തു പകരുന്നുണ്ട്. അവ രണ്ടും സംയോജിതമായി 325 bhp മാക്സ് പവറും 605 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നതാണ്. കൂടാതെ ഓൾ വീൽ ഡ്രൈവ് സവിശേഷതയും നൽകുന്നുണ്ട്. സിംഗിൾ ചാർജിൽ 650 കിലോമീറ്ററിലധികം റേഞ്ച് ഇതിൽ കിയ അവകാശപ്പെടുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിംഗ് സ്പീഡ് പോലും മെച്ചപ്പെട്ടിട്ടുണ്ട്. 350 kW ഫാസ്റ്റ് ചാർജറിൽ വെറും 18 മിനിറ്റിനുള്ളിൽ 10% നിന്ന് 80% വരെ വേഗത്തിൽ ചാർജ് ചെയ്യാൻ ഇത് സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നീളം, വീതി, ഉയരം എന്നിവയിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇവ യഥാക്രമം 4695 mm, 1890 mm, 1550 mm എന്നിങ്ങനെയാണ് നിലകൊള്ളുന്നത്. 2900 mm വീൽ ബേസിനും യാതൊരു മാറ്റവുമില്ല. വാഹനത്തിൽ പുതുതായി അവതരിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പഴയ LED ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള പുതിയ യൂണിറ്റുകൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. സിഗ്നേച്ചർ സ്റ്റാർ മാപ്പ് ലൈറ്റിംഗ് സജ്ജീകരണം പൂർത്തിയാക്കാൻ ഹെഡ്ലൈറ്റുകളുടെ ഔട്ട്ലൈനും നൽകിയിരിക്കുന്നതായി കാണാനാകും. കൂടാതെ താഴത്തെ ഗ്രില്ല് ഉൾപ്പെടെയുള്ള ബമ്പറിലെ സൂക്ഷ്മമായ മാറ്റങ്ങൾ വാഹനത്തിനെ കൂടുതൽ ഷാർപ്പാക്കി മാറ്റുന്നുണ്ട്. അതിൽ ക്രോം എലമെന്റുകൾ ഒന്നുമില്ല. അളവുകൾ യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്നതിനാൽ മൊത്തത്തിലുള്ള സിലൗട്ട് സമാനമാണ്. മെഷീൻ കട്ട് 19 ഇഞ്ച് അലോയ് വീലുകളും ബോഡി കളർ സൈഡ് ക്ലാഡിങ്ങും ഇതിൽ നമുക്ക് കാണാനാകും. അതുപോലെ ടെയിൽ ലൈറ്റുകളിലും റിയർ ബമ്പറിലും കിയ ഒരു ചെറിയ റീപ്രൊഫൈൽ ചെയ്തതായി കാണാനാകും. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലിന് ഇപ്പോൾ പുതിയ കിയ ലോഗോ വലതുവശത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. കാർ സ്റ്റാർട്ട് ചെയ്യുന്നതായി കീലെസ് ഡ്രൈവ് റെക്കഗ്നിഷനായി ഒരു ഫിംഗർ പ്രിന്റ് സെൻസറും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് മികച്ചതാക്കുന്നതിന് EV6ൽ മെച്ചപ്പെട്ട ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഡിജിറ്റൽ റിയർ വ്യൂ മിറർ എന്നിവയുമുണ്ട്. കൂടാതെ AI അധിഷ്ഠിത നാവിഗേഷൻ സപ്പോർട്ടും ലഭ്യമാണ്. ഫ്രണ്ട് ക്യാമറയിൽ നിന്നുള്ള ഇൻപുട്ടുകൾ ഗ്രാഫിക് ഓവർലേകളോടെയാണ് ഇതിൽ പ്രദർശിപ്പിക്കുന്നത്. വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റേഷനും ഇൻഫോർടൈൻമെന്റുമായി 2 12.3 ഇഞ്ച് ഡിസ്പ്ലേകൾ ഉൾക്കൊള്ളുന്ന കർവ്ഡ് പനോരമിക് സ്ക്രീന് കിയ ഇതിൽ മാറ്റങ്ങളില്ലാതെ നിലനിർത്തിയിട്ടുണ്ട്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ആംബിയന്റ് ലൈറ്റിംഗ്, വയർലെസ് ചാർജർ, ഡിജിറ്റൽ കീ, വെഹിക്കിൾ ടു ലോഡ് കപ്പാസിറ്റി, ഓവർ ദി ഇയർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ എന്നിവയും ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. EV6ന് 5 സ്റ്റാർ യൂറോ NCAP റേറ്റിംഗും ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും 2022 ക്രാഷ് ടെസ്റ്റ് ചെയ്തത് പ്രീ ഫേസ് ലിഫ്റ്റിനായിരുന്നു ഈ നേട്ടം കൈവരിച്ചതെന്നത് ശ്രദ്ധിക്കണം.